Good morning dear students. Linear inequalities എന്ന ചാപ്റ്ററിൻ്റെ 7ാമത്തെ സെഷനിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾസ് ആയിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും സുപ്രധാനമായ സെഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ്. പക്ഷേ അത് 1 വേരിയബിൾ ആണ്. പിന്നീട് സൊല്യൂഷൻസ് ഓഫ് ഡബിൾ ഇനീക്വാളിറ്റീസ്, ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച് കഴിഞ്ഞു. ഒന്നിലധികം വരുമ്പോഴാണ് അതിന് സിസ്റ്റം എന്ന് പറയുക. ഇവിടെ ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ്, പക്ഷേ 1 വേരിയബിൾ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 1 വേരിയബിൾ. 1 വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ആരംഭിച്ചത് തന്നെ. പക്ഷേ ഇവിടെ ഒന്നിലധികം ഉണ്ടായിരിക്കും എന്ന് മാത്രം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നൊന്ന് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് വഴിയാണ് ഇത് പരിചയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും ഹെഡിങ് എഴുതുന്നു, എന്നിട്ട് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് എഴുതുന്നു, ആൻസർ എഴുതുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28 എല്ലാവരും എഴുതിയെടുത്തോളൂ. സോൾവ് ദി സിസ്റ്റം 3x - 7 < 5 + x, 11 - 5x < > 1. സോൾവ് ദി സിസ്റ്റം ആൻഡ് റെപ്രസെൻറ്റ് ദി സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ എന്നാണ് ചോദ്യം. പണ്ടത്തെ ചോദ്യമാണ്, നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, സോൾവ് ചെയ്യുന്നു എന്നിട്ട് നമ്പർ ലൈനിൽ കാണിക്കുന്നു. പക്ഷേ ഇവിടെ ഒന്നിലധികം ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രം. നമുക്ക് രണ്ടും ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 ഇനീക്വാളിറ്റീസ് ആണുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ ഏതാണ്? 3x - 7 < 5 + x. ഇത് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ചെയ്യുക? എക്സിനെ എല്ലാം 1 സൈഡിലേക്ക് എടുക്കുന്നു, നമ്പറിനെ അതർ സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ 3x - x അല്ലേ, 3x - x എന്ന് വരും. ഇവിടെ 5 + 7 എന്നായിരിക്കും. -7 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം +7. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 2x < 12. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം x < 6 എന്ന ആൻസർ കിട്ടുന്നു. ഇതാണ് ഫസ്റ്റ് ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്പർ ലൈനിൽ നമുക്ക് കാണിക്കണം, ലാസ്റ്റ് എഴുതാം, ഒന്നിച്ച് കാണിക്കാം കേട്ടോ. രണ്ടാമത്തെ ഇനീക്വാളിറ്റി ഇതേപോലെ നമ്മൾ സോൾവ് ചെയ്യാണ്. 11 - 5x < 1. അപ്പോൾ ഈ 11 നമ്മൾ ഇങ്ങോട്ട് സൈഡ് മാറ്റുന്നു. -5x < 1 - 11 ശരിയല്ലേ. 11 സൈഡ് മാറുമ്പോൾ -11 കറക്റ്റ്. -5x < -10 ശരിയാണല്ലോ. ഇനി നമുക്ക് -5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. -5 കൊണ്ട് 2 സൈഡിലും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ, നല്ലോണം ശ്രദ്ധിക്കണം. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇനീക്വാളിറ്റി റിവേഴ്സസ് ദി സൈൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി മറന്നു പോകരുത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x എന്നായിട്ട് മാറുന്നു. ഇവിടെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്നായിട്ട് മാറുന്നു. പക്ഷേ ഇനീക്വാളിറ്റിക്ക് എന്ത് സംഭവിച്ചു? < < എന്നുള്ളത് > ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് നന്നായി ശ്രദ്ധിച്ചോളൂ. -5 കൊണ്ടാണ് ഇവിടെ 2 സൈഡിലും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കൊണ്ടാണ് ഇനീക്വാളിറ്റി റിവേഴ്സ് ആയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഇത് കിട്ടിയിട്ടുണ്ട്, x < 6. രണ്ടാമത്തെ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ x < 2. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ഇനീക്വാളിറ്റിയും ഒരേ സമയം ശരിയാവുന്ന എക്സുകൾ നിങ്ങൾ പറയണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒരു നമ്പർ പറയണം എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഒരു നമ്പർ പറയണം. അപ്പോൾ ഏത് നമ്പർ നിങ്ങൾക്ക് പറയാം. പക്ഷേ എൻ്റെ 1ാമത്തെ ക്ലൂ, ആ നമ്പർ 2ഓ 2ൽ അധികമോ ആയിരിക്കണം, > 2 ആയിരിക്കണം എന്ന് ഞാൻ 1ാമത്തെ ക്ലൂ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ നമ്പർ പറയാം? 2, 2.1, 2.3, 3, 4, 5 ഏത് നമ്പർ നിങ്ങൾക്ക് പറയാം അല്ലേ. 2ൻ്റെ മേലോട്ടുള്ള എല്ലാ നമ്പറും നിങ്ങൾക്ക് പറയാം. പക്ഷേ x 10 ഒക്കെ നിങ്ങൾക്ക് പറയാം. എൻ്റെ 2ാമത്തെ ക്ലൂ, നിങ്ങൾ പറയുന്ന നമ്പർ 6നേക്കാൾ ചെറുതാവണം എന്ന് 2ാമത്തെ ഒരു ക്ലൂ കൂടെ ഞാൻ പറഞ്ഞു. അപ്പോൾ 2ഓ 2ൽ അധികവും ആയിരിക്കണം, പക്ഷേ 6നേക്കാൾ ചെറുതായിരിക്കണം എന്നും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഏതെല്ലാം നമ്പേഴ്സ് പറയാനുള്ള പെർമിഷൻ ഉണ്ട്? ഓക്കെ, 2 പറയാൻ പറ്റും. 2ൻ്റെ മേലോട്ട് ഏത് റിയൽ നമ്പറും പറയാം. പക്ഷേ ഏത് വരെ? 6 വരെ പറയാൻ പറ്റുള്ളൂ. 6 പറ്റുമോ? ഇല്ല. 6ന് താഴെയുള്ള ഏത് റിയൽ നമ്പർ നിങ്ങൾക്ക് പറയാം. 2ഓ 2ൽ അധികമോ ഉള്ള ഏത് റിയൽ നമ്പറും പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം ഈസ്, ഇത് അങ്ങോട്ട് നോക്കിയാൽ മതി, x < 2
2 അത് വായിക്കുക അല്ലേ. എങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് തിരിച്ച് എഴുതാം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇതാ നിങ്ങളിവിടെ കാണുന്നില്ലേ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തിരിച്ച് വായിച്ചാൽ എക്സ് ലെസ് ദാൻ 6 എന്ന് എഴുതുക. കണ്ടോ, എക്സ് ലെസ് ദാൻ 6 അല്ലെങ്കിൽ എക്സ് ലൈസ് ബിറ്റ്വീൻ 2 and 6 എന്നുള്ള ഈ രൂപത്തിൽ നമുക്ക് തിരിച്ചും വായിക്കാം. നമ്മൾ റിലേഷൻസ് അല്ലെ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഇതേപോലത്തെ കാര്യങ്ങൾ അല്ലേ. ഇൻ്റർവെൽസ് പഠിച്ചപ്പോൾ, സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഇൻ്റർവെൽസ് പഠിച്ചപ്പോൾ ഈ ഒരു നൊട്ടേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6. ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇനീക്വാളിറ്റിയും ഒരേ സമയം ശരിയാവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ നമ്പർ ലൈനിൽ കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കും? ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ. ഓക്കെ, നമ്പർ ലൈനിൽ ഈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6 കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിക്കാം. എക്സ് ലെസ് ദാൻ 6, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എക്സ് ലെസ് ദാൻ 6 എവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ, ഇതാണ് എക്സ് ലെസ് ദാൻ 6 കണ്ടല്ലോ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഇതാ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇൻഡിവിജ്വൽ സൊല്യൂഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഇത് കാണിച്ചത്. സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം അല്ല ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്, രണ്ടും സെപ്പറേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കൂട്ടത്തിലുള്ള സൊല്യൂഷൻ അല്ലേ, ക്ലബ്ഡ് സൊല്യൂഷൻ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6. ഇപ്പം നമ്പർ ലൈനിൽ കാണിക്കുമ്പം ഈ രണ്ട് ലൈൻസിൻ്റെയും ഇൻ്റർസെക്ഷൻ കോമൺ ആയിട്ട് വരുന്ന സ്ഥലം നോക്കൂ. ഇതാ ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ, ഈ രണ്ട് ലൈനും ഒരേപോലെ നിങ്ങൾ കാണുന്നത് നോക്കുകയാണ്ടില്ലേ. അപ്പോൾ 2 മുതൽ 6 വരെ അല്ലേ, 2 ഇൻക്ലൂഡിംഗ് ആണ്, 6 എക്സ്ക്ലൂഡിംഗ് ആണ്. 6നെ ഒഴിവാക്കിയത് കൊണ്ടാണ് ഇവിടെ ചെറിയൊരു ബബിൾ കൊടുത്തിരിക്കുന്നത്, ഒരു ഹോളാണ് അല്ലേ, ഹോളാണ് ഇവിടെ ഫുൾ ഫിൽഡ് ആണ്. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6. അപ്പോൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇത് മാത്രം മാർക്ക് ചെയ്താലും നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്. ഈ ഒരു സംഭവം മാത്രം മാർക്ക് ചെയ്താൽ മതി. പക്ഷെ അത് എങ്ങനെ കിട്ടിയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ഇവിടെ മാർക്ക് ചെയ്തു. സൊല്യൂഷൻസ് ഓഫ് ദി സിസ്റ്റം നമ്മൾ നമ്പർ ലൈനിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഈ രണ്ട് ലൈൻസ് നോക്കിയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഭാഗം, ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. സോൾവ് ദി സിസ്റ്റം. 5x plus 1 greater than minus 24, 5x minus 1 greater than 24. സെയിം മോഡൽ ചോദ്യം തന്നെയാണ്. നമുക്ക് ഒന്നാമത്തെ സോൾവ് ചെയ്ത് നോക്കാം. 5x plus 1 greater than minus 24. 1നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. 5x greater than minus 25. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് 5x greater than minus 25, x greater than minus 5. ഓക്കെ, രണ്ടാമത്തെ സോൾവ് ചെയ്യുന്നു. 5x minus 1 greater than 24, 5x greater than 24 plus 1, 5x greater than 25, x greater than 5. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനേക്കാളും വലിയ കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം നോക്കൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ പറയാണ്, ഒരു നമ്പർ നിങ്ങൾ പറയണം. ഒന്നാമത്തെ കണ്ടീഷൻ അത് 5നേക്കാൾ വലുതായിരിക്കണം. എൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ അത് -5നേക്കാൾ വലുതായിരിക്കണം. ഈ രണ്ടും ഒരേ സമയം ശരിയാവണമെങ്കിൽ നിങ്ങൾക്ക് 0 പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. 0 പറഞ്ഞാൽ ഒന്നാമതിൽ കറക്റ്റാണ്, പക്ഷേ രണ്ടാമതിൽ കറക്റ്റാണോ? അല്ല. ഒരാൾ x = 2 പറഞ്ഞാലോ? 2 പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ഇനീക്വാളിറ്റിയിൽ കറക്റ്റാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 5 കറക്റ്റാണോ? അല്ല. രണ്ടും ഒരേ സമയം ശരിയാവണമെങ്കിൽ ഒരാൾ 6 പറഞ്ഞാലോ? 6 എന്ന ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കറക്റ്റാണ് അല്ലേ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 5 വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇനീക്വാളിറ്റിയും ഒരേ സമയം ശരിയാവും. അതുകൊണ്ട് സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ 5 തന്നെയായിരിക്കും സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. കാരണം നിങ്ങൾ എക്സ് ഗ്രേറ്റർ ദാൻ 5 പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ -5 ആയിരിക്കും. സോ നമ്മൾ നമ്പർ ലൈനിൽ കാണിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ -5, ഇതാണ് -5 കണ്ടോ, എക്സ് ഗ്രേറ്റർ ദാൻ -5. ഇവിടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഹോൾ ഇട്ടിരിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 5 ഇതാ ഇവിടെയാണ്, അതും ഹോൾ ഇട്ടിട്ടുണ്ട്, കാരണം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ രണ്ടും കൂടി ജോയിൻ്റ് ആയിട്ട് വരുന്ന സ്ഥലം നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ രണ്ട് ലൈൻസും കാണുന്നത്, നിങ്ങൾ ഇൻ്റർസെക്ഷൻ കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എക്സ് ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും. ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 30. സോൾവ് ദി സിസ്റ്റം. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തത് 2 × x - 1 ലെസ് ദാൻ x + 5. സോ 2x - 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്, ലെസ് ദാൻ x + 5. എക്സിനെ ഇങ്ങോട്ട് സൈഡ് മാറ്റുന്നു. 2x - x 5 + 2, യെസ്, x ലെസ് ദാൻ 7. ഓക്കെ, എഴുതിയെടുക്കണം കേട്ടോ. രണ്ടാമത്തത് ചെയ്യുന്നു. 3 × x + 2 greater than 2 - x, 3x + 6 greater than 2 - x. എക്സിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 4x greater than 3x + x 3x + x എന്ന് എഴുതുന്നു. 2 - 6 ശരിയല്ലേ, 6നെ ഇങ്ങോട്ട് സൈഡ് മാറ്റിയതാണ്. 4x greater than -4, x greater than -4/4 ആണ് അല്ലേ. /4 ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിക്കില്ല. -1 എന്ന് തന്നെ കിട്ടും. x greater than -1.
രണ്ട് ഇനീക്വാളിറ്റിയുടെ രണ്ട് സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി കോമൺ ഭാഗം നമുക്ക് നോക്കണം. കോമൺ ഭാഗം എങ്ങനെ നോക്കാം? നമുക്ക് നമ്പർ ലൈനിലേക്ക് നോക്കൂ. ഞാൻ x<7 മാർക്ക് ചെയ്യുന്നു. ഇതാ x<7 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. <7 ആയതുകൊണ്ടാണ് ഇവിടെ ഹോൾ ഇട്ടിരിക്കുന്നത്, ബബിൾ ഇട്ടിരിക്കുന്നത്. x>-1 ഇതാണ് -1. x>-1 ആണ് നിങ്ങൾ കാണുന്നത്. കോമൺ ആയിട്ട് വരുന്നത് നോക്കൂ നിങ്ങൾ. -1 മുതൽ 7 വരെയല്ലേ ഇത് കോമൺ. രണ്ട് ലൈൻസും നിങ്ങൾ കാണുന്നില്ലേ? രണ്ട് ലൈൻസും കാണുന്ന സ്ഥലം റീജിയൻ ഏതാ? -1 മുതൽ 7 വരെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -1 മുതൽ 7 വരെ ഞാൻ ഇവിടെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം ഈസ് -1 x<7. ശരിയല്ലേ? -1 x ഇവിടെ കാണാം നിങ്ങൾക്ക്. x<7 ഇവിടെയും കാണാം. രണ്ടും കൂടിയും ജോയിൻറ്റ് ചെയ്തിട്ട് എഴുതിയതാണ് -1 x>7. ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ വൺ വേരിയബിൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്, പക്ഷെ രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതിയതാണെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് ഡബിൾ ഇനീക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സോൾവ് -8 5x - 3 7. ഇത്തരം ഇനീക്വാളിറ്റിക്ക് പറയുന്ന പേരാണ് ഡബിൾ ഇനീക്വാളിറ്റി. ഓക്കെ, രണ്ട് ഇനീക്വാളിറ്റിയിൽ ഒരേ ഇനീക്വാളിറ്റിയിൽ രണ്ടെണ്ണം കാണുന്നത് കൊണ്ടാണ് ഡബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ അർത്ഥം 5x - 3 എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി -8നും 7നും ഇടയിലാണ്. ഇൻ ബിറ്റ്വീൻ -8 ആൻഡ് 7 ആണ് 5x - 3. അങ്ങനെയാണെങ്കിൽ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആരുടെയൊക്കെ ഇടയിലായിരിക്കും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എക്സിൻ്റെ വാല്യൂ ലൈവ് ചെയ്യുന്നത് ഏത് നമ്പറിൻ്റെയും ഏത് രണ്ട് നമ്പറുകൾക്കിടയിലായിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം ചോദിച്ചിരിക്കുന്നത്. സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് എക്സ്. ഓക്കെ, റേഞ്ച് ഓഫ് എക്സ് ആണ് ചോദ്യം. എക്സ് എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ സെൻറ്ററിൽ നമ്മൾ എന്ത് വരണം? സെൻറ്ററിൽ എക്സ് എലോൺ ആയി വരണം. സെൻറ്ററിൽ ഈ ഡബിൾ ഇനീക്വാളിറ്റിയുടെ സെൻറ്റർ ടേം എക്സ് മാത്രമായിട്ട് വരണം. ഓക്കെ, ഈ സെൻറ്റർ ടേം എക്സ് മാത്രമായി വരണമെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ ആളുകളെയും ഇവിടുന്ന് ഒഴിവാക്കണം. ആദ്യം ആരെ ഒഴിവാക്കണം? -3 ഒഴിവാക്കണം. -3 ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? എല്ലാ സ്ഥലത്തും നമ്മൾ +3 ചെയ്യുകയാണ്. ഇവിടെ +3 ചെയ്യും. ഈ ഇനീക്വാളിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ 3 സ്ഥലങ്ങളിലും ചെയ്യണം. 1 2 3 3 പൊസിഷൻസ് ഉണ്ട് അല്ലേ? ഇവിടെ +3 ചെയ്യും, ഇവിടെയും +3 ചെയ്യും, ഇവിടെയും +3 ചെയ്യും. അപ്പോൾ ഈ ഇനീക്വാളിറ്റി ബാലൻസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യുന്നത് +3 -8 +3 ഇവിടെ ചെയ്തു. ഇവിടെ +3 ചെയ്യുമ്പോൾ 5x എന്നായിട്ട് മാറും. ഇവിടെ 7 +3. ഓക്കെ ആണല്ലോ? +3 +3 +3. ശരി, അപ്പോൾ എന്തായിരിക്കും? -5x 10. ശരി, ഇനി എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം നോക്കൂ. എക്സ് മാത്രമാണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എക്സ് ആയി. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. -5/5 എത്രയായിരിക്കും? -1. യെസ്, -1 x 2. ഇതാണ് ഈ ലിനിയർ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ. ഓക്കെ, -1 x 2. എക്സിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 32. സോൾവ് 6 ≤ -3 × 2x - 4 12. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എക്സ് മാത്രമായിട്ട് വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ആദ്യം -3 ഒഴിവാക്കണം അല്ലേ? -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെയും -3 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? സെൻറ്ററിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ -3 വെട്ടി ക്യാൻസൽ ചെയ്ത് പോയി. പക്ഷേ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താണ് ഇനീക്വാളിറ്റിക്ക് സംഭവിക്കുക? അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. മൈനസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ > എന്നുള്ളത് > രണ്ട് ഇനീക്വാളിറ്റിയും ഒരേ സമയം റിവേഴ്സ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക. when we divide or multiply with a negative number, inequality reverses the sign. ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ 6/-3 -2. ബാക്കി ഈസിയാണ്. > 2x - 4 > -4. ഇനി നമുക്ക് ഈ -4നെ ഇവിടുന്ന് ഒഴിവാക്കണം അല്ലേ? -4നെ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? +4 +4 +4 എല്ലാ സ്ഥലത്തും +4 ചെയ്യുന്നു. ഇവിടെ -2 +4, ഇവിടെ -4 +4 ചെയ്യുമ്പോൾ 2x എന്നായിട്ട് മാറുന്നു. ഇവിടെ -4 +4, isn't it? ഓക്കെ, ഇവിടെ 4 - 2 എന്താണ്? 2. ഇവിടെ 2x തന്നെ, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ -4 +4 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇവിടെ 2 ഉണ്ടല്ലോ. എക്സ് മാത്രം വരണം സെൻറ്ററിൽ അല്ലേ? അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2/2 1 ആണ്. ഇവിടെ > 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ എക്സ് എന്നമായിരുന്നു. 0/2 എന്താണ്? 0/2 ആൻസർ 0 തന്നെയാണ്. 0/2 ആൻസർ 0. പക്ഷേ നമ്മളൊരു ഇനീക്വാളിറ്റി ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇൻ്റർവെൽസ് ഒക്കെ എഴുതുമ്പോൾ ചെറിയ നമ്പർ ആദ്യം എഴുതണം. 1 > x > 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ് ചെറിയ നമ്പർ.
അപ്പോൾ ഇത് തിരിച്ചെഴുതണം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഈ ഇനീക്വാളിറ്റി നേരെ തിരിച്ച് വായിച്ചതാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചതാണ്. കണ്ട 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇങ്ങനെ എഴുതലാണ് അതിൻ്റെ ബെസ്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33. സോൾവ് -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 - 3x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഈ 2നെ ഇവിടെ നിന്ന് ഒഴിവാക്കണം അല്ലേ. 2നെ ഒഴിവാക്കാൻ നമ്മൾ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 10 ആയി മാറും, -10 ആയിട്ട് മാറും, ഇത് 16 ആയിട്ട് മാറും. ഇവിടെ -10 5 - 3x ലെസ് ദാൻ ഈക്വൽ ടു 16. ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, കാരണം പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ശരിയാണല്ലോ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ക്യാൻസലായി പോകും. ഇവിടെ 8 × 2 16. ഇനി നമ്മൾ 5നെ ഒഴിവാക്കണം. 5നെ ഒഴിവാക്കുമ്പോൾ -5 ചെയ്യണം അല്ലേ. -5 -5 -5 -10 -5 എത്രയായിരിക്കും? -15. -15 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടുന്ന് 5 ഒഴിവാക്കിയാൽ -3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 - 5 11 എന്ന് കിട്ടും. ശരിയല്ലേ. -5 -5 -5. ഇനി നമ്മൾ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണേ, -3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും -3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും -3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എല്ലാവരെയും -3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ക്യാൻസലായി പോയി. -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, ഇനീക്വാളിറ്റി റിവേഴ്സസ് ദി സൈൻ. മറക്കരുത്, ഇത് മറന്നാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു, കാരണം നമ്മുടെ ഫൈനൽ ആൻസർ കറക്റ്റ് ആവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി 15/3 മൈനസ് ക്യാൻസൽ ചെയ്താൽ 5 ആയി. -15/3 5 ആണ് കേട്ടോ, 5 മിസ്റ്റേക്കാണ്. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -11/3. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചെറിയ നമ്പർ നമ്മൾ ആദ്യം എഴുതണം. ചെറിയ നമ്പർ നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും? -11/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതണം. ഇവിടെ 3 അല്ല, ആൻസർ 5 ആണ്. ഓക്കെ, -11/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചു എന്ന് മാത്രം. ക്ലിയർ? ഒരു ക്വസ്റ്റിന് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. സോൾവ് -15 ലെസ് ദാൻ 3 × x - 2/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നോക്കാം നമുക്ക് അല്ലേ. അപ്പം ഞാൻ ഇനീക്വാളിറ്റി ഒരിക്കൽ കൂടി എഴുതുന്നു. ഞാൻ ആദ്യം ഈ 5നെ ഒഴിവാക്കുകയാണ്. 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 5 × 15 75 ആണ് അല്ലേ. -75 ലെസ് ദാൻ 3 × x - 2 ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ 3യെ ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ /3 /3 3 സ്ഥലത്തും /3. അപ്പോൾ 75/3 അല്ലേ. ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പം x - 2. ഇവിടെ 0/3. യെസ്, 0/3 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇത് 25 ആണ്, 25 അല്ലേ. -25 ലെസ് ദാൻ x - 2 ലെസ് ദാൻ ഈക്വൽ ടു 0 ഒന്നും ചെയ്തിട്ടില്ല. ഇത് കറക്റ്റ് ചെയ്തു. ഇനി ഇവിടെ x മാത്രം വരണമെങ്കിൽ -2നെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? +2 ചെയ്യണം. +2 +2 +2. ഓക്കെ, ഇവിടെ +2 ഇവിടെ +2 ഇവിടെ +2 ഇവിടെ +2 അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ക്യാൻസലായി പോകും. അതുകൊണ്ടാണ് നമ്മൾ +2 സെലക്ട് ചെയ്തത്, ഈ ഇത് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ്. +2 +2 +2. ഇത് -23 അല്ലേ. -23 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ സ്വാഭാവികമായി നിങ്ങൾക്ക് ചോദിക്കാം, ആദ്യം ഞാൻ 5നെ ഒഴിവാക്കി, പിന്നെ 3യെ ഒഴിവാക്കി അല്ലേ. ആദ്യം 5നെ ഒഴിവാക്കി, പിന്നെ 3യെ ഒഴിവാക്കി. ഒറ്റയടിക്ക് നമുക്ക് 3/5നെ ഒഴിവാക്കിക്കൂടെ? അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ചെയ്ത് പോയതാണ്. ഓക്കെ, ഇനി ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒറ്റയടിക്ക് 3/5നെ ഒഴിവാക്കാൻ നമ്മൾ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 3/5 ഒഴിവാവാൻ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും നോക്കാം നമുക്ക് വേണമെങ്കിൽ. -15 ലെസ് ദാൻ 3 × x - 2/5 ലെസ് ദാൻ ഈക്വൽ 0. ഞാൻ ഈ 3/5നെ ഒഴിവാക്കാൻ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ക്യാൻസലായി. അപ്പോൾ ഇവിടെ 0 × 5/3. ശരിയാണല്ലോ. ഇനി ഈ 3യും 15ഉം ക്യാൻസൽ ചെയ്താൽ 5 എന്ന് വരും. 5 3 അല്ലേ 15. അപ്പോൾ അവിടെ 5 വന്നാൽ ഇവിടെ മൊത്തം തൈ മാറും, -25 എന്നായിട്ട് മാറും. -25 ലെസ് ദാൻ x - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് 0 തന്നെ. 0 × എനിത്തിങ് ഈസ് 0. ഓക്കെ, ഇത് -15 × 5 75 അല്ലേ. 75/3 25. അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി +2 ചെയ്യണം. +2 +2 +2 ശരിയല്ലേ. ഇവിടെ +2 ചെയ്താൽ x ആയിട്ട് മാറും.
ഇത് എത്രയായിരിക്കും ആൻസർ നോക്കൂ, നേരത്തെ സെയിം ആൻസർ അല്ലേ, -23 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ = 2. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം, ഏത് സ്റ്റെപ്പ് നിങ്ങൾക്ക് ആദ്യം ചെയ്യാം, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയർ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, 5/3 ആദ്യം 3നെ ഒഴിവാക്കുക, വീണ്ടും 5നെ ഒഴിവാക്കുക. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കി അങ്ങനെ എക്സിനെ കണ്ടെത്താം. സെൻറ്ററിൽ എക്സ് മാത്രം വരണം, അതാണ് സോൾവിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഈ സെക്കൻഡ് ചെയ്ത മെത്തേഡാണ് കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് 3/5നെ ഒഴിവാക്കാൻ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് ഒഴിവായി കിട്ടും. ഓക്കെ, അതാണ് ഡബിൾ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ. ഒരു ചോദ്യം കൂടെ, ലാസ്റ്റ് ചോദ്യമാണ്. സോൾവ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 - 7x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. ഇവിടെ ഞാൻ ആദ്യം 4നെയാണ് ഇവിടുന്ന് ഒഴിവാക്കേണ്ടത്. ഇവിടെ ഒരിക്കലും 2 ഒഴിവാക്കാൻ പാടില്ല, കാരണം ഇവിടെ 2 സെൻറ്ററിലല്ല, ഇത് ഡിനോമിനേറ്ററിൽ കോമൺ അല്ല. അതുകൊണ്ട് ആദ്യം ഒറ്റക്ക് നിൽക്കുന്ന ആളെ ഒഴിവാക്കണം. 4നെ ഒഴിവാക്കാൻ വേണ്ടി -4 -4 -4 ഇപ്പോൾ 3 -4, ഇവിടെ -7x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 -4, എല്ലായിടത്തും -4 -4 -4 ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് -1 ആയി, ഇത് അത് സെൻറ്ററിൽ സെയിം, ഇവിടെ 14. ഇനി -7/2നെ റിമൂവ് ചെയ്യണം. -7/2നെ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, -2/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, -2/7 നേരെ റെസിപ്രോക്കൽ അതേ നമ്പർ. ഓക്കെ, എക്സ് മാത്രം വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ -2/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എക്സ് മാത്രമായിട്ടുണ്ട്, ഇവിടെ -2/7. ഇത് ഇൻറ്റു -2/7 ആണ്, ഒരിക്കലും സബ്ട്രാക്ഷൻ അല്ല, ഇത് ഇൻറ്റു ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. -2/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും, നമ്മൾ പഠിച്ചില്ല, ഇനീക്വാളിറ്റി റിവേഴ്സ് ആയി. ഇതെന്തായിരിക്കും, 1 × 2/7 2/7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് 7ഉം 14ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും, 2 ആയിരിക്കും. 2 × -2 -4. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ ഇനീക്വാളിറ്റി ഒക്കെ എഴുതുമ്പോൾ ചെറിയ നമ്പർ ആദ്യം എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/7. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, ഇതാണ് ഡബിൾ ഇനീക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. സെൻറ്ററിൽ ഏത് ടേം വന്നു കഴിഞ്ഞാലും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സെൻറ്ററിൽ എക്സ് മാത്രം വരുന്ന രൂപത്തിൽ ആ ഇനീക്വാളിറ്റി എഴുതുമ്പോൾ അതിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് എന്നാണ്. ഇവിടെ 4 - 7x/2 നിൽക്കുന്ന റേഞ്ചാണ് 3 മുതൽ 18 വരെ. അങ്ങനെയാണെങ്കിൽ എക്സ് ഏതൊക്കെ നമ്പറിൻ്റെ ഇടയിലായിരിക്കും എന്നാണ് ചോദ്യം. എക്സ് ലൈസ് ബിറ്റ്വീൻ -4 ആൻഡ് 2/7 ഇൻക്ലൂഡിങ് ദി എൻഡ് പോയിന്റ്സ്. ഓക്കെ, ഇവിടെ ഒഴിവാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒറ്റയടിക്ക് 2 ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു സിംഗിൾ ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. ഇവിടെ ഒറ്റക്ക് നിൽക്കുന്ന ആളുകളെയാണ് ഒഴിവാക്കേണ്ടത്. ആദ്യം 4 ഒഴിവാക്കി, പിന്നെ -7/2 ഒഴിവാക്കാൻ വേണ്ടി 2/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18, സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ആൻഡ് ഷോ ദി സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ. ഇത് 1 വേരിയബിൾ ആണ്, അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്പർ ലൈനിൽ കോമൺ സൊല്യൂഷൻ നമ്പർ ലൈനിൽ കാണിക്കും. 19ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡബിൾ ഇനീക്വാളിറ്റി ആണ്. ഇവിടെ സിമ്പിൾ ആണ്, 2നെ ഒഴിവാക്കുന്നു, പിന്നെ 11 ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ലഭിക്കും. 20, ക്വസ്റ്റ്യൻ നമ്പർ 20 അതുപോലെ ഒരു ഡബിൾ ഇനീക്വാളിറ്റി ആണ്. ഇവിടെ 4 - 3x/-4 എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ മാറ്റി എഴുതുമ്പോൾ ഇത് 4+ എന്നാക്കി മാറ്റി എഴുതിയാൽ മതി. 2 മൈനസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ 4+ ആക്കാൻ നമുക്ക് പറ്റും. 4+ ആക്കിയതിൻ്റെ ശേഷം നിങ്ങൾ ആദ്യം 4നെ ഒഴിവാക്കുന്നു, പിന്നെ 3/5നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആൻസർ ലഭിക്കും. ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ്റെയും ആൻസർ ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് 7ാമത്തെ സെഷൻ നമ്മളിവിടെ അവസാനിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.